ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനം എത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ വീഡിയോ ഇപ്പോൾ ചെറുതാണ്. രമ്യ ഇന്നലെ പറയുമായിരുന്നു, വിജി വീഡിയോയുടെ ലെങ്ത് ഇത്തിരിയും കൂടെ കൂട്ട് കാണാൻ ഞങ്ങളൊക്കെ ഉണ്ടെന്ന്. അത് കമൻസ് വായിച്ചോടെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ രമ്യയെ. കഴിവതും ലെങ്ത് കൂട്ടാൻ നോക്കാം. ഈ ഇട്ടാവട്ടത്തെ ഞാൻ എന്തും അരി എടുക്കേണ്ടിയേ, നിങ്ങളും ബോറാവുന്നുണ്ട് എനിക്കറിയാം. പിന്നെ ഞാനൊരു ഇതിലങ്ങ് പോസിറ്റീവായിട്ടങ്ങ് ചിന്തിച്ച് പോവുക. പിന്നെ ഒരു ആൻറ്റി പറഞ്ഞു ട്രാവൻകൂർ കഫേ എന്ന് പറഞ്ഞ്, ഞാൻ അതിൽ നോക്കിയുണ്ട്. ആൻറ്റിക്ക് നേരത്തെ ചാനലുണ്ടായിരുന്നു, ഇപ്പം അത് കാണുന്നില്ല. 1 വർഷം 2 വർഷത്തിന് മുമ്പിട്ടൊക്കെ 1 വർഷം 8 മാസത്തിനൊക്കെ മുമ്പിട്ടുള്ള വീഡിയോയേ ഉള്ളു. ചക്കക്കുരുവിൻ്റെ കാര്യം ഞാൻ പറയണേ, ആൻറ്റി പറഞ്ഞായിരുന്നു ഒരു ടിപ്പുണ്ട്. ചക്കക്കുരുവും ചുളയും 2 വർഷം 1 വർഷത്തോളമൊക്കെ നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ആൻറ്റി ചെയ്ത, ആൻറ്റിക്ക് 1 മിനിറ്റ് ചെയ്തതാന്ന് പറഞ്ഞ്. അതായത് പിന്നെ നിങ്ങൾക്ക് ആ കമൻറ്റ് ചെയ്ത് നോക്കിയാലും കാണാം ഇന്നലത്തെ വീഡിയോയിൽ. ചക്കച്ചോളയും കുരുവും കൂടെ ക്ലീൻ ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം അത് പെട്ടെന്ന് വെള്ളം ഊറ്റി തണുത്ത വെള്ളത്തിലിട്ട് നന്നായി ഉലച്ചെടുത്തിട്ട് അത് പിന്നെ വീണ്ടും ഒരു നമ്മൾ വെക്കുന്ന കണ്ടെയ്നറിനകത്ത് വെള്ളം ഒഴിച്ച് നിങ്ങൾക്കൊക്കെ ഒരു പകുതി വെള്ളം ഒഴിച്ചിട്ട് ഇതിട്ടിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി എന്ന് അങ്ങനെ എനിക്ക് മനസ്സിലായത് കേട്ടോ. ആൻറ്റി പറഞ്ഞായിരുന്നു ആൻറ്റി അങ്ങനെ വെച്ച് ഉപയോഗിച്ചെന്ന്. ഞാൻ കുറച്ചേ കൊണ്ടുവന്നുള്ളായിരുന്നു കേട്ടോ. അന്നിങ്ങനെ പന്നലായി പോയതുകൊണ്ട്. തോരൻ വെച്ചിട്ടും നല്ലതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് തോരൻ വെച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണേ. പിന്നെന്താ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. മഴ ഇങ്ങനെ തകർത്ത് നടക്കുന്നു ഇവിടെ. നാട്ടിൽ നല്ല മഴയാണെന്ന് അമ്മ പറയുന്നതായിട്ട്. അമ്മയ്ക്ക് കുറവുണ്ട്. പിന്നെ ഗ്യാസിൻ്റേതായ പ്രോബ്ലങ്ങളുണ്ട്. ബെൻസിയുടെ അവിടെ ആയിരുന്നു. ബെൻസിയുടെ അവിടെ നിന്ന് ഇപ്പം വീട്ടിൽ വന്നു. ചെക്കപ്പ് ഉണ്ടായിരുന്നേ. അപ്പം അതിന് വേണ്ടി ഇങ്ങ് വന്ന് പിന്നെ അങ്ങോട്ട് പോയില്ല. അവിടെ കൊച്ചുങ്ങളും സ്കൂളിൽ പോന്നിട്ട് മഴയാണ് അവിടെ. കൊച്ചുങ്ങൾക്കും ഭയങ്കര രാവിലെ എണീക്കാൻ അവന്മാർക്കും ബുദ്ധിമുട്ടൊക്കെയാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രമ്യേ താങ്ക്സ്. ഗീതേച്ചി പറഞ്ഞായിരുന്നു ലൈക്ക്, ഞാൻ പറയത്തില്ല ലൈക്ക് ഇപ്പോഴേ അങ്ങ് മറക്കാതെ ചെയ്തേക്കണേന്ന്. ഗീതേച്ചി പറഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ടാ പോയി കാണുന്നതെന്ന്. അതുപോലെ ഞാൻ ഇഞ്ചി ചായയുടെ കാര്യം ചോദിച്ചാണ്. ഇഞ്ചിയും ഗ്രാമ്പു ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. കാരണം കൊറോണ പ്രതിരോധിക്കാൻ ഈ ഇടയ്ക്ക് കൊറോണയൊക്കെയാന്ന് പറഞ്ഞൊരു സുഹൃത്തി ഉണ്ടായിരുന്നല്ലേ, ഒരു ഇതിൽ ഞാൻ കണ്ടതാണ്. ചായ ഇടുന്നതിൻ്റെ ഇട്ട് തിളപ്പിക്കുന്നതിൻ്റെ അകത്ത് ഞാൻ കുഞ്ഞൊരെണ്ണം ഇടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രാമ്പു ഒക്കെ ഇട്ട് കഴിച്ചാൽ നമുക്കത് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുമെന്ന്. അപ്പം പ്രീതി ചേച്ചി പറഞ്ഞായിരുന്നു ഇടയ്ക്ക് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് ചായ ഇടുമെന്ന്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇതിപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വട്ടയിലയാണ്. നാട്ടിൽ നിന്ന് പറയാൻ അന്നാണെങ്കിൽ എൻ്റെ ദൈവമേ വരുന്നതിൻ്റെ ഞാൻ പറഞ്ഞു ഞങ്ങൾ 4 ദിവസം എറണാകുളത്തൊക്കെ നിന്നിട്ടല്ലേ വരുന്നേ, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്നും പറഞ്ഞിങ്ങനെ അന്ന് തലേന്ന് ഭയങ്കര മഴയുമായിരുന്നു. അപ്പം നമ്മുടെ അടുക്കളയുടെ അവിടെ നിന്ന് അതിൽ നിന്ന് കുറച്ച് ഇല ഇങ്ങനെ പിച്ചിക്കൊണ്ട് വന്നെയാണ്. പക്ഷേ ഇങ്ങനൊന്ന് വാടിയെന്നേ ഉള്ളു, കുഴപ്പമില്ല. അപ്പം ഞാനത് കുറച്ചിപ്പോൾ എടുത്തു, കുറച്ച് പിന്നത്തേക്കിന് വെച്ചിട്ടുണ്ട്. അമ്മ എന്നും ചോദിക്കും വട്ടയില എടുത്തോന്ന്. ഇവിടെ എൻ്റെ പ്രീസമ്മോന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പച്ച ഇലയായിരുന്നെങ്കിൽ അതിൻ്റേതായ കുറേയും കൂടെ വട്ടയിലയുടെയും കൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടുമായിരുന്നു. ഇതിപ്പം ഞാൻ തലേന്ന് രാത്രിയിലെ അങ്ങ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ രാവിലെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കയറ്റിയാൽ മതിയല്ലേ. അപ്പോൾ ഞാൻ ശർക്കരയും സെപ്പറേറ്റ് അങ്ങനെ ചീകി എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, ഇലകളെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചിനി ബാക്കി ഇല ഇരിപ്പുണ്ട്, അതിനി എപ്പോഴേലും എടുക്കാം. ഇങ്ങനെ കളർ ഇങ്ങനെ മാറിയെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നല്ല ഫ്രഷ് ഇല ഉപയോഗിക്കുന്നവർക്ക് അത്രയും നല്ലതാണ്. നമുക്കിതാന്നേലും അമൃത്. അപ്പം ഞാൻ അരിപ്പൊടിയിലൊന്നും അല്ല ഉണ്ടാക്കുന്നത്, ഗോതമ്പിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ കൊച്ചവന് കണ്ടാൽ ഇത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അങ്ങനെ ഞാനിത് ഇങ്ങനെ ഒന്ന് പരത്തി എല്ലാവർക്കും അറിയാമല്ലേ. പക്ഷേ നമ്മളൊക്കെ ഇത് നമ്മളെന്ന് പറയാൻ ഞാൻ ഉണ്ടാക്കുമ്പം ഇത് വലിയ എന്തോ ആണെന്നും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ദോശ ഇഡലി ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ വെളിയിൽ കേരളത്തിൻ്റെ വെളിയിൽ താമസിക്കുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അന്ന് ഞാൻ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് വെൻസി കണ്ടിട്ട് വെൻസി പറയാം, എടി ഞാൻ ബോംബെയിലായിരിക്കുന്ന സമയത്ത് ചിന്തിക്കും നാട്ടിൽ ചെന്നിട്ട് ഇലയുടെ ഉണ്ടാക്കും, അതുണ്ടാക്കും, ഇതുണ്ടാക്കും. നാട്ടിൽ വന്നിട്ട് അവക്കും സമയം കിട്ടുന്നില്ല. നാട്ടിൽ ഇല ഉണ്ടായിട്ട് അവക്കും ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ലെന്ന്.
പക്ഷേ വാഴയിലക്കകത്തായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. പക്ഷേ ഉള്ളതും കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. കാരണം കൊതി കൊണ്ട് ഒരു പ്രാവശ്യം ബട്ടർ പേപ്പർ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം തേങ്ങയൊക്കെ ദൈവമേ, ഇപ്പോഴത്തെ തേങ്ങയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതുണ്ടാക്കാനും എനിക്ക് മനസ്സ് വരത്തില്ല. സത്യം പറഞ്ഞാൽ ഒരു തേങ്ങ എടുത്ത് എന്നിട്ടും തീരെ അതിനില്ല. ആ തേങ്ങയോ ആ കുഞ്ഞാണി തേങ്ങയ്ക്ക് 40 രൂപയും. കടകളിലും ചോദിക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ഇപ്പോൾ ഇല്ല, അത്രയ്ക്ക് ഇതായിപ്പോൾ. വെളിച്ചെണ്ണയ്ക്കും അമ്മ പറയുന്ന നാട്ടിൽ വെളിച്ചെണ്ണയ്ക്കും നല്ല വിലയായിരുന്നു. എനിക്ക് പിന്നെ കൊണ്ടുവരാൻ ഒക്കത്തില്ലായിരുന്നു. ഫ്ലൈറ്റിലാവുമ്പം അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ കൊണ്ടുവരാൻ അലൗഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ പോയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവർ പറഞ്ഞായിരുന്നു തേങ്ങ ഐറ്റംസ് ഒന്നും. നമ്മൾ എന്തൊക്കെ അവർക്കൊക്കെ എന്തോ ഇത്ര ഇത് എന്തൊക്കെ റൂളാണ്. പക്ഷേ ഓരോന്നും ഈ എണ്ണയുടെയൊക്കെ കാരണം ഈ ക്രാഷ് ആവുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഇവർ പറയുന്ന എണ്ണ ലീക്കായാൽ പ്രശ്നമോ അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ടാണ് ഇവരത് അവോയ്ഡ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാലും നമ്മുടെ സാധനം കൊണ്ടുവരണമെന്നുള്ള ചിന്തയുള്ളൂ. നമ്മൾ മറ്റങ്ങോട്ടൊന്നും ചിന്തിക്കുന്നില്ല. ചായ ഇവിടെ പിന്നെ ഇന്നലെ രാവിലെ അത് രാത്രി അത് ചെയ്ത് വെച്ചുകൊണ്ട് രാവിലെ എനിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കുഴപ്പമില്ലായിരുന്നു. ചായ ഇട്ടു. ഇത് ഇച്ചിരി അയമോദകം ഇട്ട വെള്ളം, അജ്വൈൻ, വവ. എനിക്കിത്തിരി ഗ്യാസിൻ്റെ ഇതുണ്ട് ചിലപ്പോൾ, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഇച്ചിരി ഇട്ട് കുടിക്കുക. അപ്പം ചായയൊക്കെ റെഡിയായി. അതൊന്ന് ആറ്റിച്ചെടുക്കട്ടെ. അവിടെ പൈപ്പ് കണ്ടോ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നത്. അവന്മാരുടെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവന്മാരുടെയെന്ന് പറഞ്ഞത് ഈ ബിൽഡിങ്ങിൻ്റെ പണി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനി അവർ അടയ്ക്കത്തുള്ളൂ. അപ്പം രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്നലെ ചക്കക്കുരു പൊളിച്ചു വെച്ചായിരുന്നു. അപ്പം ചക്കക്കുരു ഇന്ന് തോരൻ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൽ ഒരെണ്ണം പമ്മി അതിൽ കിടന്ന് ഒളിഞ്ഞു കിടന്ന് അതുകൂടെ ഒന്ന് അരിഞ്ഞിടട്ടെ. അപ്പം നോക്കി ഉടനെ അത് അങ്ങ് ഒത്തിരി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം വെളിയിലായിരുന്നു. അപ്പോൾ അതങ്ങ് ഒത്തിരി അങ്ങ് കല്ല് പോലായി. അപ്പോൾ ഒത്തിരി നേരം നമ്മളിട്ട് വേവിച്ചാൽ. അപ്പം എനിക്കൊരു ഐഡിയ തോന്നി, എന്നാൽ കുക്കറിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന്. അതിലൊരിച്ചിരി സ്വല്പം വെള്ളം ഒഴിച്ച് ഒരിച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിലടിച്ചെടുക്കാം. ഒരു സ്വല്പം കുറച്ച് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളമാണ്. ഞാൻ ചക്കക്കുരുവൊക്കെ അടപ്പത്ത് വെച്ചിട്ട് തുണി കഴുകാനിട്ടതാ. അപ്പം ഞങ്ങളവിടെ സീരിയസ് ഞാനും റേച്ചാനോട് സംസാരിക്കുന്നതെന്ന് പറയുന്നത്, ഇവരുടെ ആദ്യം പ്രൈസം മോന് സർക്കുലർ വന്നത് 8 മണിക്കാണ് സ്കൂളെന്നാണ്. പിന്നെയാണ് അവർ ചേഞ്ച് ചെയ്ത് അത് 7 മണിയാക്കിയത്. അപ്പോൾ 7 മണി എന്ന് പറയുമ്പോൾ ഇവനെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റോപ്പാണ്. സ്റ്റാർട്ടിങ് സ്റ്റോപ്പ് ആകുമ്പം 7 മണിക്ക് സ്കൂളാണെങ്കിൽ 1 മണിക്കൂർ മുമ്പിട്ടേ നമ്മളിവനെ കൊണ്ടുവിടണം. അപ്പം ഞാനതാ പറഞ്ഞത്. അന്നേരം ഇവരുടെ സ്കൂളിൽ ഇപ്പം ICSEയുടെ സിലബസ് കൂടെ തുടങ്ങിയില്ലേ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പിള്ളേർക്ക് ഇങ്ങനെ ഇത്തിരി ടൈമിങ് ചേഞ്ച് വന്നത്. എനിക്ക് തോന്നുന്നു ICSE പിള്ളേർക്ക് ഇച്ചിരി ഇവരുടെ ആദ്യം ഇവർക്ക് കൊടുത്തതുപോലെ ഇത്തിരി സമയം ഇത്ര നേരത്തെ രാവിലെ അവർക്കില്ല. അപ്പം ഞാനതാ പറഞ്ഞ പേരൻസ് എല്ലാം കൂടെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലും പേരൻസ് എല്ലാം പറഞ്ഞ് കൊച്ചുങ്ങളെ ഇത്ര നേരത്തെ എങ്ങനെ പിള്ളേരെല്ലാം ആകെ ടെൻഷനില്ല. അതായത് ഞാൻ റീച്ചെടുത്തെന്ന് പറഞ്ഞാൽ പേരൻസ് എല്ലാവരും കൂടെ പോയി സംസാരിക്കണം. ഇത്രയും ഇച്ചിരിയിലും സമയം ഒരു 7:30 ആക്കിയായിരുന്നെങ്കിലെന്ന് ചിന്തിക്കുക. ആ 8 മണിയായിരുന്നു കറക്റ്റ് സമയം. അതിനെപ്പറ്റി ഞാൻ നോർമൽ സൗണ്ട് ഇടാത്തത്, ഞാൻ എക്സോസ് ഫാൻ ഇട്ടേക്കുക. ഭയങ്കര സൗണ്ട്, പട 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 പട. അപ്പം ഞാനത് കഴിഞ്ഞ് പിന്നെ തുണിയും കൂടെ കഴുകാനിട്ടിട്ട് കാബേജ് ഇങ്ങനെ അല്ലെങ്കിൽ സാധാരണ ഞാൻ കാബേജ് കയ്യിൽ പോയി ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇന്ന് ഞാൻ ചിന്തിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ഇച്ചിരി നമുക്ക് കൈക്ക് ഇത്തിരി തൊണ്ടയിലും അതിനേക്കാൾ എളുപ്പമാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇടുന്ന ഉടനെ ഇങ്ങനെ കുത്തി നിറച്ചെന്നാൽ നമ്മളെന്തിക്കും 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കീച്ചുമ്പം പെട്ടെന്നാവുമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഉടനെ അങ്ങ് കുത്തി നിറച്ചിടുവാണെങ്കിൽ ആ ബ്ലേഡൊന്ന് ജാമാവും. അതുകൊണ്ട് ഇച്ചിരി ആ ബ്ലേഡിന് ഇച്ചിരി സ്പേസ് കിട്ടത്തക്ക വിധത്തിൽ ഇച്ചിരി സ്പേസ് കൊടുത്തിട്ട് ഇടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് കീച്ചെടുക്കാം. അങ്ങനെ കാബേജെല്ലാം ഞാൻ ചോപ്പ് ചെയ്തെടുത്തു. ഇന്ന് ബ്രെഡൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര സ്മെല്ലായി കാബേജ് അരിഞ്ഞ് വെച്ചാൽ പിന്നെ. അപ്പം ഞാൻ ആ ചോപ്പർ ഉടങ്ങ് കഴുകിയങ്ങ് വെച്ചേക്കട്ടെ. ബാക്കി പാത്രങ്ങളുണ്ട് കഴുകാൻ അവിടെ. ഇതാണ് നമ്മുടെ 5 രൂപ സവാള. ഞാൻ ഇന്നലെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഞാൻ സവാള ഇനി വാങ്ങിക്കുമ്പം കാണിക്കാമെന്ന്. പക്ഷേ വാങ്ങിച്ച ഒരു കൂട്ടം ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് പിന്നെ ഇന്നലെ രാത്രിയിലാണ് കണ്ടത്. അപ്പോൾ ഇന്നലെ പാല് വാങ്ങിച്ചോണ്ടേ വീണ്ടും ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. അതാണ് ഇത്, ഞാൻ കാണിക്കാമേ. അങ്ങനെ പന്നലായിട്ടൊന്നുമില്ല കേട്ടോ.
അതുകൊണ്ട് കണ്ടില്ലേ, ഇച്ചിരി പച്ച ഉള്ളി ഉണ്ടല്ലേ, അതുപോലുള്ള അല്ലാതെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. താണ്ട കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചിലത് ഇച്ചിരി അത് നമ്മളല്ലാത്ത സാധാരണ നമ്മൾ വിലയുള്ളത് വാങ്ങിച്ചാലും എല്ലാം നല്ലതുപോലെ തൊലി ഇരിക്കണമെന്നില്ല. അതാണ്ട് ഇതിൻ്റെ തൊലി കണ്ടില്ലേ, അങ്ങനെയുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ ഒരു കുഴപ്പവും ഇല്ല. ചക്കക്കുരുത്തോറിന് വേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ കാന്താരി ഇപ്പോഴും കുഴപ്പമില്ലാതിരിക്കുക. അപ്പോൾ അത് കാന്താരിയാണ് കുറച്ച് എടുക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് ബെൻസി എനിക്ക് തന്നു, അവൾക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് നമുക്ക് ഇതെല്ലാം ഈ ഒരു ബോക്സോടുകൂടി എടുത്തുകൊണ്ട് വരുമ്പം പിന്നെ എല്ലാം അതിൽ കാണും. സമയമുള്ളപ്പോൾ ഇങ്ങനെ പൊളിച്ച് വെക്കുകയോ ക്ലീൻ ചെയ്ത് വെക്കുകയോ ചെയ്താൽ നമുക്ക് മീൻകറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് എടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ, ആ വെളുത്തുള്ളി ഞാനൊന്ന് ചതയ്ക്കുന്നുണ്ട്. ഞാനിപ്പം ഇതിൻ്റെ ഈ ഇടുക്കലിൻ്റെ ഈ വശം കൊണ്ടല്ലേ ഞാൻ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വശം കൊണ്ട് വെളുത്തുള്ളി ചതയ്ക്കാം. എന്നിട്ട് കഴുകിയാണ് വെക്കുന്നത്. എന്നാലും നമ്മൾ വെളുത്തുള്ളി മറ്റേ സൈഡ് കൊണ്ടൊന്ന് ചതയ്ക്കുവാണെങ്കിൽ ഒരു സ്മെല്ല് വല്ലതും വരുമെന്നും പറഞ്ഞ് ചായ നമ്മൾ ഇഞ്ചി ചതയ്ക്കുമ്പോഴേ, അതുകൊണ്ട് ഞാൻ ആ സൈഡിലൊന്ന് അതും കൊണ്ടൊന്ന് ഇങ്ങനെ ഇടിച്ചെടുത്തതാണ്. 2 എണ്ണം എടുക്കാം. വയ്ക്കാം. അപ്പോൾ ചക്കക്കുരു തോരൻ വെക്കാൻ ഞാൻ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് ആ ചതച്ച വെളുത്തുള്ളി ഇട്ടിട്ട് ആ സവാള 2 സവാള ഞാൻ അരിഞ്ഞെങ്കിലും ഒരു ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ച്, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ കുറവായതുകൊണ്ട് ആ സവാള ഞാൻ ഇത്രയും എടുത്തത്. അപ്പോൾ ഞാൻ 1 വിസിലടിച്ചു ചക്കക്കുരുവിന്. പക്ഷേ നല്ലതായിരുന്നു. ഞാൻ ചിന്തിച്ചങ്ങ് ഒത്തിരി അങ്ങ് വേവുമായിരിക്കുന്നു, പക്ഷേ വെന്തിട്ടില്ല അങ്ങ് ഒത്തിരി. അപ്പം സവാളയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എനിക്ക് ചക്കക്കുരു മെഴുക്കുവരട്ടിയേക്കാൾ എനിക്കിഷ്ടം തോരന. അപ്പം ഞാൻ തേങ്ങയും കാന്താരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കാന്താരിയും കൂടെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സൈസ് ഉണ്ടമുളക് ഉണ്ടല്ലേ, അതായിരുന്നെങ്കിലും അതിനേക്കാൾ നല്ലതായിരുന്നു. നല്ല മണവും ടേസ്റ്റും അതിന്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ അകത്ത് ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതുകൂടെ ഇതിൻ്റെ അകത്തങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ചെറിയ തീയിൽ അവിടെ ഇടും. അപ്പം ആ അരപ്പൊക്കെ ഒന്ന് അതിൻ്റെ അകത്തൊന്ന് പിടിക്കും നന്നായിട്ടൊന്ന്. ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചാണ്. ഞാൻ ചിന്തിച്ചങ്ങ് കുഴഞ്ഞു പോകുമായിരുന്നേക്കാന്ന്, കുഴഞ്ഞൊന്നും പോയില്ല. അപ്പം നമുക്ക് സമയലാഭം, ഗ്യാസ് ലാഭം, എല്ലാം ലാഭം. നാളെ എന്തുവാ സ്പെഷ്യൽ ഡേ? എന്തുവാടാ ഒന്ന് പറ, ഗ്ലാസ് എടുത്തിട്ട് പറയടാ. പ്രീസന്റെ ഹാപ്പി ഡേ നാളെ, നാളെ തൊട്ട്. ആ സോപ്പ് പൗഡർ ഇങ്ങനെ എടുത്തുണ്ടോ? ആമസോണിൽ ഇച്ചിരി ലീക്കായി, എന്തോ ചെയ്യാനാ. സോപ്പ് പൗഡർ, ഹാർപ്പിക്ക് റേച്ചാൻ പറഞ്ഞ ഫോട്ടോ എടുത്ത് തിരിച്ചയക്കാതെ, ഞാൻ പറഞ്ഞ പോട്ടെ. ഇച്ചിരി നമ്മളും ഇല്ല അച്ചാറൊക്കെ പാക്ക് ചെയ്യുമ്പോഴേ ചിലർക്ക് ലീക്കാവും. അതുപോലെ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നേ. ഇത് കംഫർട്ട്. പിന്നെ നമ്മൾ എന്തോന്നും നോക്കട്ടെ, മീൻ എങ്ങുമില്ല. ഇവിടെ വിളിച്ചു വെച്ചിട്ടെങ്കിൽ മീനില്ല. അപ്പം ആമസോണിൽ നിന്ന് അയല 1/2 കിലോയുടെ വാങ്ങിച്ച്. $150 പറഞ്ഞ് വെച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്.
ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ആമസോണിൽ നിന്നൊന്നും മീൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ വാങ്ങിക്കാനിരുന്ന ഫ്രഷ് ടു ഹോമിൽ നോക്കിയുണ്ണ ഇല്ലായിരുന്നു അവിടെയും. അപ്പോൾ അവർ ഇന്നലെ ഓർഡർ ചെയ്തോണ്ടേ അവർ പറഞ്ഞ് നാളെ കിട്ടത്തുള്ളൂ. ഇന്നലെ ഓർഡർ ചെയ്യുവാണെങ്കിൽ നാളെ. അപ്പോൾ ഞാൻ റീച്ചാണ് പറഞ്ഞു ഇന്ന് മീൻ കറി കൂട്ടണമെങ്കിൽ നാളെ എന്ത് ചെയ്യും. എന്നിട്ട് റീച്ച ഓഫീസിൽ പോയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു റീച്ച എന്തുവാന്നേലും ഒന്ന് ഓർഡർ ചെയ്യുക, കാരണം ഇച്ചിരി മീൻ കൂട്ടാൻ ഞങ്ങൾ ഇതുപോലില്ല. അപ്പോൾ ഇവിടെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ പാപ്ലേറ്റും വേറെ എന്തുമായിരുന്നു പ്രോൺസ് ഇവിടെ റേച്ചാൻ ഇഷ്ടം. പക്ഷേ ഈ പോളിനൊന്നും അത്ര താല്പര്യമില്ല പ്രോൺസിന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് അനങ്ങാഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇത് വാങ്ങിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അപ്പം 4 എണ്ണം 1/2 കിലോ. ആദ്യത്തെ സംഭവം എന്തുവന്നേലും ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇനി ഞാൻ കാബേജ് കൂടെ വെക്കട്ടെ. അപ്പോൾ കാബേജ് കൂടെ അടപ്പത്തിട്ടിട്ട് ആ മീൻ ഞാനൊന്ന് വെള്ളത്തിൽ ഇട്ടേക്കുക. അപ്പോൾ ഇവർക്കൊക്കെ ഇന്നലത്തെ ഇച്ചിരി കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ചപ്പാത്തിക്കാർക്ക് കൊടുത്തു. പിന്നെ ഇലയപ്പം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിപ്പോൾ പ്രൈസൻ അവനത് കണ്ടിട്ടുണ്ടെങ്കിൽ അവന് അത് തന്നെ ഇഷ്ടം. അത് കഴിച്ചു. പിന്നെ അവന് ചപ്പാത്തി ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പൂർമ്മം വരാറാകുമ്പോഴത്തേക്കിന് ചോറ് വേണമെങ്കിൽ ചോറ് കൊടുക്കാം, ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി കൊടുക്കാം. മഴയുണ്ടെങ്കിലും ചൂട് കഴിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സോസ് ഇട്ടേക്കുന്നത്. അതിൻ്റെ സൗണ്ട് കൊണ്ടാണ് ഞാൻ ഈ നോർമൽ സൗണ്ട് ഇടാത്തത്. അപ്പം ലാസ്റ്റിൽ ഇനി ഇതൊന്ന് ഇച്ചിരി നേരം കൂടെ നടച്ചിട്ടാൽ മതി. അപ്പം ഞാൻ ലാസ്റ്റിൽ ഇപ്പോൾ ഉപ്പൂടെ ഇട്ടിട്ടുണ്ട്. ഇനിയും അതിൻ്റെ അകത്തൊന്നും വെള്ളം ഇറങ്ങാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ടത്. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇതിൽ കുരുമുളക് പൊടി ചേർക്കും. പിന്നെ ചില സമയത്ത് ഇച്ചിരി ഗരം മസാലയും ചേർക്കും. ഇന്നിപ്പോൾ ആ കാന്താരി ചേർത്തുകൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊന്നും ചേർത്തില്ല. കാന്താരി ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. എനിക്കിതും പിന്നെ ലാസ്റ്റിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അതാ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്, ചക്കക്കുരുത്തോരൻ. ഇനിയും മീൻ വെട്ടാൻ തുടങ്ങട്ടെ. പിച്ചാത്തിക്കൊന്ന് വാത്തല കൂട്ടട്ടെ. എട്ടെണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു നല്ല കഷ്ണങ്ങൾ ഒരു 7-8 കഷ്ണങ്ങൾ എടുത്തിട്ട് ചില മീൻ നല്ല നമുക്കറിയാം, ചില മീൻ നല്ല ഉരുണ്ട് കൊഴുത്ത മീൻ, അത് നല്ല കറി വയ്ക്കാൻ അങ്ങനെയുള്ളത് ഞാൻ എടുത്തു. ബാക്കി ഒരു 3-4 ഞാൻ തലയും വറക്കാനായിട്ട് എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇച്ചിരി കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ ഉപ്പും ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മസാല നന്നായിട്ടൊന്ന് പുരട്ടി. ഇത് ഇന്നിപ്പം വറക്കുന്നില്ല, ഇന്നിപ്പം കറി ഉണ്ടല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മസാലയും കൂടെ ഒന്ന് പുരട്ടി വെക്കട്ടെ. ഇന്ന് പിന്നെ മോരെടുത്ത് കറി വെക്കാമെന്ന് വെച്ചാൽ പിന്നെ ചിന്തിച്ചു അതിനകത്ത് ഇത്തിരി പരിപ്പ് കറി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് പരിപ്പ് കറിയുണ്ട്. അപ്പം മീൻ കറിയും ആ പരിപ്പ് കറിയും കൂടെ കോമ്പിനേഷൻ ആണല്ലേ. പിന്നെ ചക്കക്കുരു തോരനുണ്ട്, കാബേജ് തോരനുണ്ട്. ഇതിപ്പം പിന്നെ മസാല പുരട്ടി ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുക. തലയുണ്ട്, അതിൻ്റെ തല ഞാൻ കറി ഒരെണ്ണത്തിൻ്റെ തല ഇച്ചിരി നീട്ടി പീസ് കണ്ടിച്ചിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും തല ഇതുപോലെ എടുത്ത് വറുത്തെടുക്കാമെന്ന് വെച്ച്. ചിലതിന് പരിഞ്ഞിലുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് നല്ല കട്ടിയുള്ള പരിഞ്ഞിലല്ല, ചെറിയ പരിഞ്ഞിലായിരുന്നു. അതുകൊണ്ട് അത് എടുക്കാനൊന്നും പോയില്ല. പോളിന് മസാല നന്നായിട്ട് അകത്തോട്ടൊക്കെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അത് അവിടെ ഇച്ചിരി നേരം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് വെളിയിൽ വെച്ചിട്ട് 10-15 മിനിറ്റ് വെളിയിൽ വെച്ചിട്ടേ ഫ്രിഡ്ജിൽ വെക്കൂ. പച്ചരി ഇടാൻ മറന്നുപോയി. 2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്നു. അപ്പം നാളെ മസാല ഇഡലിയുടെ ഇനിയും തുടങ്ങിയിട്ടുണ്ട്. മസാല ഇഡലിക്ക് ഇത്രയും നാളും വിശ്രമമായിരുന്നു. ഇനിയിപ്പം മസാല ഇഡലി ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്കല്ല. അപ്പം ഞാൻ
മസാലയൊക്കെ മീനിൻ്റെ ഇതെല്ലാം വഴറ്റിയെടുത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത് അരപ്പൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പം മീനൂടെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കാം. ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു മീനിൻ്റെ എടുത്തേക്കുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.